ഗതിവിധികളെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അതിസങ്കീർണമായ ഒരു കൂടിക്കാഴ്ചയാണ് ഡിസംബർ 29-ന് അമേരിക്ക വേദിയാകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ നടത്തുന്ന ഈ ചർച്ച ഇസ്രായേലിന്റെ നിലനിൽപ്പിനും പശ്ചിമേഷ്യയുടെ ഭാവിക്കും എത്രത്തോളം നിർണായകമാകണോ അത്ര തന്നെ അപകടകരമാവുന്ന വിലയിരുത്തലുകൾ ആഗോളതലത്തിൽ ശക്തമാണ്. ഫ്ലോറിഡയിലെ ട്രംപിന്റെ വിഖ്യാതമായ മാർ എ ലാഗോ എസ്റ്റേറ്റിലോ അതല്ലെങ്കിൽ വൈറ്റ് ഹൗസിലോ വെച്ച് അരങ്ങേറാനിരിക്കുന്ന ഈ കൂടിക്കാഴ്ചയിൽ നെതന്യാഹു മുന്നോട്ട് വെക്കുന്ന യുദ്ധതന്ത്രങ്ങളിൽ ട്രംപ് വീണുപോയാൽ അത് ലോകത്തെ ചെന്നെത്തിക്കുക വൻ വിനാശത്തിലായിരിക്കും. ഭക്തിയുടെയും ദേശീയതയുടെയും മുഖംമൂടി അണിഞ്ഞ് നെതന്യാഹു നടത്തുന്ന കരുനീക്കങ്ങൾ അമേരിക്കയെ മറ്റൊരു വൻ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഭയത്തിലും അരക്ഷിതാവസ്ഥയിലുമാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഗാസയിൽ നടത്തിയ ദീർഘകാല ആക്രമണങ്ങളും ഇറാനുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളും വിശകലനം ചെയ്താൽ ഇസ്രായേലിന് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാനായില്ലെന്ന് വ്യക്തമാകും. ഹമാസിനെയോ ഹിസ്ബുള്ളയെയോ പൂർണ്ണമായും തകർക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഇറാൻ മുമ്പത്തേക്കാൾ സൈനികപരമായും തന്ത്രപരമായും കരുത്താർജിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ രക്ഷകനാകാൻ ട്രംപ് വരുമെന്ന പ്രതീക്ഷയിൽ നെതന്യാഹു ചർച്ചകൾക്ക് തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിച്ചിരിക്കെ നടക്കുന്ന ഈ കൂടിക്കാഴ്ച ശത്രു രാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ ജൂണിൽ നടന്ന സൈനിക നീക്കങ്ങൾക്കിടെ അമേരിക്കൻ ബോംബറുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ ഇറാന്റെ ആണവ ഭീഷണി താൻ അവസാനിപ്പിച്ചു എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. എന്നാൽ ഈ അവകാശവാദങ്ങൾ കേവലം രാഷ്ട്രീയ പ്രസംഗങ്ങൾ മാത്രമായിരുന്നുവെന്ന് ഇന്ന് ഇസ്രായേലിനും ലോകത്തിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അത്യാധുനിക ആയുധങ്ങളെയും വ്യോമാക്രമണങ്ങളെയും അതിജീവിക്കാൻ ഇറാനിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞുവെന്നത് അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തിന് തന്നെ പ്രഹരമേൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. യുറേനിയം സമ്പുഷ്ടീകരണം തടയുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ആക്രമണങ്ങൾ പരാജയപ്പെട്ടുവെന്നും ഇറാന്റെ പക്കൽ ഇപ്പോഴും ആണവായുധ നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഭദ്രമാണെന്നും വിദേശ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ അമേരിക്ക ഭയക്കുന്നത് പോലെ ഇറാന്റെ ആണവശേഷിയെയും ട്രംപ് ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. തന്റെ ആദ്യ ഭരണകാലത്ത് ഉത്തര കൊറിയ അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ ലക്ഷ്യം വെച്ചപ്പോൾ സിംഗപ്പൂരിലേക്ക് പറന്ന് കിമ്മിയുമായി ചർച്ച നടത്താൻ ട്രംപ് നിർബന്ധിതനായത് ചരിത്രമാണ്. ഒരു ആണവ രാജ്യത്തെ ആക്രമിക്കാൻ മുതിരുന്നത് സ്വയം നാശത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന് ട്രംപിനറിയാം. ഉത്തര കൊറിയയെ പോലെ തന്നെ ഉപരോധങ്ങൾ കൊണ്ട് തളയ്ക്കാൻ കഴിയാത്ത വിധം സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ ഇറാനും കഴിഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെക്കാൾ ഉപരിയായി സ്വന്തം നിലനിൽപ്പിനെ എന്തും ചെയ്യാൻ മടിക്കാത്ത ഭരണകൂടങ്ങളാണ് ഈ 2 രാജ്യങ്ങളിലും ഉള്ളത് എന്നത് അമേരിക്കയെ പിന്നോട്ടടിപ്പിക്കുന്ന ഘടകമാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം ഖത്തറിലാണുള്ളത്. എന്നാൽ ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ ഖത്തറിലെയും ഇസ്രായേലിലെയും പ്രതിരോധ സംവിധാനങ്ങൾ പലപ്പോഴും നിഷ്പ്രഭമാകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഇസ്രായേലിന്റെ വിഖ്യാതമായ അയൺ ഡോമിനെയും അമേരിക്കയുടെ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും മറികടന്ന് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേൽ മണ്ണിൽ പതിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ ഒരു ബാങ്കർ രാഷ്ട്രീയം അല്ലായിരുന്നുവെങ്കിൽ അവിടുത്തെ നാശനഷ്ടങ്ങൾ ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഖത്തറിലെ അമേരിക്കൻ താവളത്തിന് നേരെ ഇറാൻ നടത്തിയ സൂചനാ മിസൈൽ ആക്രമണം അമേരിക്കയെ ഒത്തുതീർപ്പിന് പ്രേരിപ്പിച്ച പ്രധാന ഘടകമാണ്. ആണവായുധം കയ്യിലില്ലാതെ തന്നെ ഇത്രയും വലിയ വെല്ലുവിളി ഉയർത്താൻ ഇറാന് കഴിയുമെങ്കിൽ അവർ ഒരു ആണവ ശക്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ലോകത്തിന് താങ്ങാനാവില്ല. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ അചഞ്ചലമായ നിലപാടുകളും ഇറാൻ സൈന്യത്തിന്റെ നിശ്ചയദാർഢ്യവുമാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത്. ഇറാൻ ഏത് നിമിഷവും ഒരു ആണവ പരീക്ഷണം നടത്തിയേക്കാം എന്ന മൊസാദ് മുൻ മേധാവി ഡേവിഡ് ബാർണിയയുടെ മുന്നറിയിപ്പ് നെതന്യാഹുവിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു. കേവലം ആണവായുധം മാത്രമല്ല, പ്രതിവർഷം 3000 ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇറാന്റെ ശേഷി ഇസ്രായേലിന്റെ സമാധാനം കെടുത്തുന്നു. ഈ ഭീഷണിയെ അതിന്റെ മുളയിലെ നുള്ളൻ അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക ഇടപെടൽ നെതന്യാഹു ആവശ്യപ്പെടുമെന്നാണ് കരുതുന്നത്. ഇതിനായി 100-ലധികം ചാരന്മാരെ ഇറാനിൽ നിയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മുൻപ് നടന്ന സംഘർഷങ്ങൾ ഇറാന്റെ ചില ആണവ ശാസ്ത്രജ്ഞരെ വധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇറാന്റെ ഭരണകൂടത്തെയോ സൈനിക നട്ടെല്ലിനെയോ തകർക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ 500-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും 1000-ലധികം ഡ്രോണുകളുമാണ് പ്രയോഗിച്ചത്. ഇത് ഇസ്രായേലിലെ ജനജീവിതം സ്തംഭിപ്പിക്കുകയും 10,000-കണക്കിന് പൗരന്മാർ രാജ്യം വിടാൻ കാരണമാവുകയും ചെയ്തു. ഇറാന്റെ മിസൈൽ കരുത്ത് സൈദ്ധാന്തികമല്ലെന്നും
അത് പ്രായോഗികമായി തെളിയിക്കപ്പെട്ടതാണെന്നും ഇസ്രായേൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന് ട്രംപിനെ പ്രേരിപ്പിക്കാനാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്. ട്രംപിനെ പോലെ തന്നെ പ്രവചനാതീതമായ സ്വഭാവമുള്ള നെതന്യാഹു ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ മടിക്കില്ല. അമേരിക്കയെ നേരിട്ട് യുദ്ധക്കളത്തിലേക്ക് ഇറക്കി ഇറാന്റെ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ തകർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ അജണ്ട. എന്നാൽ ഇത്തരം ഒരു നീക്കം നടന്നാൽ അത് ഇസ്രായേലിന്റെ മാത്രം നാശത്തിലല്ല, മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും ലോക സമാധാനത്തെയും തകർക്കുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെച്ചേക്കാം. ഡിസംബർ 29 കൂടിക്കാഴ്ചയിൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മാനവരാശി വലിയൊരു വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിലും സംശയമില്ല.